ഈ വീഡിയോയുടെ തംബ്നെയിൽ കാണുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. UDFൻ്റെ വിജയത്തെ ഏതെങ്കിലും കുറച്ച് കാണിക്കാനോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ശ്രമമോ അല്ല ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വളരെ യാഥാർത്ഥ്യ ബോധത്തോടു കൂടി ചില ഫാക്ട്സ്, ചില വസ്തുതകൾ നിങ്ങളോട് പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. ഇത് പ്രത്യക്ഷത്തിൽ നമുക്കൊരു UDFൻ്റെ വിജയമാണ് എന്ന് തോന്നുമെങ്കിൽ പോലും ഇതിൻ്റെ യഥാർത്ഥ അവകാശികളെന്ന് പറയുന്നത് അല്ലെങ്കിൽ വലിയ നേട്ടമുണ്ടായിട്ടുള്ളത് BJPക്കാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്ന് പറഞ്ഞാൽ ഇതുവരെ രാജഗോപാൽ നിയമസഭയിലേക്ക് എത്തിയിരുന്നു, അതുപോലെ തന്നെ സുരേഷ് ഗോപി പാർലമെൻറ്റിലേക്ക് എത്തിയിരുന്നു, പിന്നെ NDAയുടെ ഭാഗമായിട്ട് നേരത്തെ PC തോമസ് മൂവാറ്റുപുഴയിൽ എത്തിയിരുന്നു എന്നുള്ളതൊക്കെ യാഥാർത്ഥ്യമാണ്. പക്ഷേ ഇതൊക്കെ യാഥാർത്ഥ്യമാകുമ്പോഴും കറകളഞ്ഞ കൃത്യമായിട്ടുള്ള ഒരു BJP കാൻഡിഡേറ്റ് ഒരു കാരണവശാലും ജയിച്ചിട്ടില്ല എന്നുള്ളത് കൂടി ഒരു വസ്തുതയാണ്. അതിൻ്റെ കാരണം പറഞ്ഞാൽ ഇപ്പോൾ സുരേഷ് ഗോപി മത്സരിക്കുന്നു, അദ്ദേഹത്തെ ഒരു BJPക്കാരനായി മാത്രം ആളുകൾ കണ്ടിട്ടില്ല. അദ്ദേഹത്തെ ഒരു സിനിമാ താരമാണ്, കുറേ കൂടി ഹൃദയത്തിൽ നിന്ന് സംസാരിക്കുന്ന ഒരാളാണ് എന്നൊക്കെ പറയുന്ന ഇമേജൊക്കെ ബിൽഡ് ചെയ്യാൻ ശ്രമിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ടും നിരവധി സ്ഥലങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന് തൃശ്ശൂരിൽ വോട്ട് ചേർക്കുകയും 6 മാസങ്ങൾക്ക് മുമ്പേ വോട്ട് ചേർക്കുകയും എന്നിട്ട് അവരുടെ വോട്ടുകളൊക്കെ ചേർത്തുകൊണ്ട് അങ്ങനെ ഒരു ഫാബ്രിക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരു വിജയം കൂടിയാണ് അതെന്നുള്ളത് തെളിവാക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. അതിൻ്റെ കണക്കുകളൊക്കെ നിങ്ങളോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുള്ളതാണ്. എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ മാത്രമാണ് 2019 അപേക്ഷിച്ച് അഭൂതപൂർവമായ വോട്ടുകളുടെ വർധനമുണ്ടായത്. ഏതാണ്ട് കഴിഞ്ഞ തവണ ഉണ്ടായ വർധനവിനേക്കാൾ 86,000 വോട്ടുകളുടെ വർധന ഉണ്ടായി എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. പല സ്ഥലത്തു നിന്നും അവിടെ ആളുകളെ കൊണ്ടുവന്ന് പൂങ്കുന്നം പോലെയുള്ള സ്ഥലങ്ങളിലെ ഫ്ലാറ്റുകളിലൊക്കെ താമസിപ്പിച്ചിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതിന് തൊട്ടു മുമ്പ് നമുക്ക് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും PC തോമസ് മൂവാറ്റുപുഴയിൽ നിന്ന് 2004 ജയിക്കുമ്പോൾ അന്ന് അവിടെ ഒരു ക്രിസ്ത്യൻ ഭൂരിപക്ഷ പ്രദേശത്ത് അവിടെ അന്ന് ഉണ്ടായിരുന്ന ഒരു ജില്ലാ ബാങ്കിൻ്റെ പ്രസിഡൻ്റായിട്ടുള്ള ഏരിയ കമ്മിറ്റി സെക്രട്ടറി ആയിട്ടുള്ള അദ്ദേഹത്തെ ഒരു മുസ്ലിം നാമധാരിയെ മത്സരിക്കാൻ വേണ്ടിയിട്ടത് ഇദ്ദേഹത്തെ ജയിപ്പിക്കാനാണ് എന്നുള്ളത് ദല്ലാൽ നന്ദകുമാറൊക്കെ അഭിപ്രായം പറഞ്ഞിരുന്നു. അത് മാത്രമല്ല, ഇനി അത് ആണെങ്കിലും അല്ലെങ്കിലും PC തോമസിൽ നിന്നും ആരും NDAയുടെ ഒരു സഖ്യകക്ഷിയായിട്ടോ BJP ആയിട്ടോ ഒന്നും കണ്ടിരുന്നില്ല എന്നുള്ളതും വാസ്തവമായിട്ടുള്ളൊരു കാര്യമാണ്. എന്നാൽ അതിനുശേഷം നമുക്കറിയാം രാജഗോപാൽ 2016 ജയിക്കുന്നുണ്ട്. രാജഗോപാൽ ജയിക്കുമ്പോഴും അദ്ദേഹത്തോട് വ്യക്തിപരമായ ഒരു ഇഷ്ടവും അദ്ദേഹം നിരവധി തവണ അവിടെ മത്സരിച്ച് തോറ്റിട്ടുള്ളതിൻ്റെയും ഒക്കെ ഒരു സഹതാപ തരംഗം കൊണ്ടുകൂടിയാണ് അദ്ദേഹം അന്ന് ജയിച്ചത് എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷെ അതുപോലെ ഒന്നും ഇപ്പോഴത്തെ BJPയുടെ വിജയത്തെ കാണാൻ കഴിയില്ല. കാരണം ഇപ്പോൾ BJPയുടെ 3 സ്ഥാനാർത്ഥികളാണ് ജയിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ജയിക്കും എന്നേതാണ്ട് ഉറപ്പായിരിക്കുന്നത്. ഒന്ന് നമുക്കറിയാം രാജീവ് ചന്ദ്രശേഖരാണ്, അദ്ദേഹം നേമത്ത് നിന്ന് ജയിക്കുന്നു. ഞാൻ പറഞ്ഞിരുന്നു നേമത്തെ പോലെ തന്നെ ജയിക്കാൻ വലിയ സാധ്യതയുള്ള ഒരു മണ്ഡലം എന്ന് പറയുന്നത് കഴക്കൂട്ടമാണ്. കഴക്കൂട്ടത്ത് നിന്ന് V മുരളീധരനും ജയിക്കുന്നു. വളരെ കൃത്യമായി BJPക്കാരായിട്ടുള്ള 2 പേരാണ് എന്ന് നമുക്ക് പറയാൻ കഴിയുന്ന ഒരാളാണ്. ഇനി രാജീവ് ചന്ദ്രശേഖരന് മറ്റ് ചില ഗുണഗണങ്ങളൊക്കെ പറയാമെങ്കിൽ പോലും V മുരളീധരനെ സംബന്ധിച്ചോളം കറകളഞ്ഞ BJPയുടെ പൊളിറ്റിക്കൽ വോട്ട് കൊണ്ട് തന്നെ അവിടെ നിന്ന് ജയിക്കാൻ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് നമുക്കറിയാം കഴക്കൂട്ടത്ത് നിന്ന്. മൂന്നാമത്തേത് നമുക്കറിയാം ചാത്തന്നൂർ ഗോപകുമാറാണ്. കൊല്ലത്തുള്ള മണ്ഡലമാണ് ചാത്തന്നൂർ. ആ ചാത്തന്നൂരിൽ കഴിഞ്ഞ 2 തവണയും കൃത്യമായി അവിടെ മത്സരിക്കുകയും 2ാം സ്ഥാനത്തേക്ക് എത്തുകയും ചെയ്തിട്ടുള്ള ഗോപകുമാറാണ്. അദ്ദേഹം കൂടി ജയിച്ചിരിക്കുന്നു. അത് വലിയ നേട്ടമാണ് എന്നുള്ളത് പറയാതെ വയ്യ BJPയെ സംബന്ധിച്ചോളം. കൂടാതെ ഈ തെരഞ്ഞെടുപ്പിൽ പ്രഥമദൃഷ്ട്യാ നമ്മൾ നോക്കുമ്പോൾ കാണുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, സാധാരണ ലോക്സഭയിലേക്ക് വരുമ്പോൾ BJPക്ക് വോട്ട് ചെയ്യുന്ന ആളുകൾ പോലും BJPക്ക് നിയമസഭകളിലേക്ക് വോട്ട് ചെയ്യാറില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. നമുക്ക് പലപ്പോഴും ഡൽഹിയിലൊക്കെ കണ്ടിട്ടുള്ള പോലെ BJPക്ക് വലിയ നേട്ടമുണ്ടാകും പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ. പക്ഷേ നിയമസഭകളിലേക്ക് വരുമ്പോൾ അങ്ങനെ തെരഞ്ഞെടുപ്പിൽ ഒരു നേട്ടവും ഉണ്ടാക്കാൻ അവർക്ക് സാധ്യതയില്ല. ഒരു 10, 15, 12% വോട്ടുകൾ ഒറ്റടിക്ക് കുറയുകയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ അത് കേരളത്തിലുമൊക്കെ സംഭവിക്കുന്നുണ്ടായിരുന്നു. 2016 30 ലക്ഷം വോട്ടുകൾ BJPക്ക് കിട്ടിയെങ്കിലും 2021 വരുമ്പോൾ അത് 24 ലക്ഷം വോട്ടുകളായി കുറയുകയാണ് ചെയ്തിട്ടുള്ളത്. 4 ലക്ഷം വോട്ടുകൾ കുറഞ്ഞു, 26 ലക്ഷം വോട്ടുകളാണ് കിട്ടിയത്. അപ്പോൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 38 ലക്ഷത്തിലധികം വോട്ടുകൾ കിട്ടിയിരുന്നു. അപ്പോൾ അത് നിലനിർത്താൻ ഏതാണ്ട് ഒരു പരിധി വരെയെങ്കിലും നിലനിർത്താൻ BJPക്ക് കഴിഞ്ഞിട്ടുണ്ടാകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം കേരളത്തിൻ്റെ നിരവധി മണ്ഡലങ്ങളിൽ അവർ 1ാം സ്ഥാനത്തെത്തുകയും ചില മണ്ഡലങ്ങളിൽ 2ാം സ്ഥാനത്തെത്തുകയും ചെയ്തിരുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ അത്തരത്തിൽ BJPയുടെ കണ്ടിന്യൂസ് ആയ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു 10 കൊല്ലത്തെയും 15 കൊല്ലത്തെയൊക്കെ ഒരു ലോങ് ടേം ആയിട്ടുള്ള വർക്കിന് ഒരു ഫലം കണ്ടിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതായത് കേരളത്തിൻ്റെ നിയമസഭയിലേക്ക് 3 BJP MLAമാർ എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇത് പറയുമ്പോൾ പലപ്പോഴും ആളുകൾ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യം, BJP വിചാരിക്കുന്നത് CPM അധികാരത്തിൽ തന്നെ നിന്നോട്ടെ, CPM അധികാരത്തിൽ നിന്നിട്ടുണ്ടെങ്കിൽ അത് സ്വാഭാവികമായിട്ടും അത് ഈ പറയുന്ന BJPക്ക് വലിയ ഗുണകരമാവും. കാരണം കോൺഗ്രസ് അങ്ങോട്ട് ഇല്ലാതാവും, ആ സ്പേസിലേക്ക് അവർക്ക് കയറി ചെല്ലാം എന്നുള്ളതാണ്. പക്ഷേ അങ്ങനെ കയറി ചെല്ലാമെന്ന് വിചാരിക്കുന്ന ഒരു സാധാരണ ചിന്താഗതിയാണ്. യഥാർത്ഥത്തിൽ BJPക്ക് ഏറ്റവും കൂടുതൽ നല്ലത്
CPM-ന്റെ വോട്ടുകൾ കൂടി പിടിച്ചെടുക്കുക, അല്ലെങ്കിൽ CPM-നെ തന്നെ രണ്ടാം ഘട്ടത്തിൽ ഇല്ലാതാക്കുക എന്നുള്ളതാണ്, CPM-ന്റെ കൂടി ശക്തി തകർക്കുക എന്നുള്ളതാണ്. ഇപ്പം CPM-നും LDF-നും ഉള്ളത് LDF-ന് മൊത്തത്തിലുള്ള 35 സീറ്റുകളാണ്. സോ 3 സീറ്റുകൾ ഇവർക്കുണ്ട് എന്ന് പറയുമ്പോൾ വേണമെങ്കിൽ ഒരു പ്രതിപക്ഷത്തിൻ്റെ റോൾ ഏറ്റെടുത്തുകൊണ്ട് പ്രവർത്തിക്കാൻ കഴിയുന്ന സംഘടനാ ബലവും വലിയ കേന്ദ്ര ഗവൺമെൻറ് പിന്തുണയൊക്കെ കൂടിയാകുമ്പോൾ വലിയ സാധ്യതകൾ അവർക്ക് മുന്നിൽ തെളിയുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ ഞാൻ വിചാരിക്കുന്നത് രാജീവ് ചന്ദ്രശേഖരനേക്കാൾ വലിയ പ്രശ്നമായി തീരാൻ പോകുന്ന, വലിയ തോതിൽ BJPയെ സഹായിക്കാൻ പോകുന്ന ഒരാൾ V. മുരളീധരൻ കൂടിയായിരിക്കുമെന്നാണ്. കാരണം അതിന് മറ്റു പല കാരണങ്ങളുണ്ട്. പ്രത്യേകിച്ചും കേരളത്തിലെ ഒരു ഈഴവ വോട്ട് ബാങ്കുകളിൽ വലിയ തോതിൽ വിള്ളലുണ്ടാക്കാനും അവരെ ആകർഷിക്കാനും ഒക്കെ അദ്ദേഹത്തിന് കഴിയുമെന്ന് ആറ്റിങ്ങലിലെ തെരഞ്ഞെടുപ്പിൽ തന്നെ അദ്ദേഹം കാണിച്ചതാണ്. ഇതിൻ്റെ ഇനി അടുത്ത ഘട്ടം എന്ന് പറയുന്നത്, നിങ്ങൾ അറിയേണ്ടത്, ഇപ്പോൾ BJPക്ക് 3 MLA-മാരുണ്ട്. ഇതിൽ നിന്ന് ആദ്യഘട്ടത്തിൽ BJP കോൺഗ്രസിനെ ക്ഷീണിപ്പിച്ചു. കാരണം NSS ഒരു നായർ വോട്ടുകൾ കോൺഗ്രസിലേക്ക് പോകുന്നതിൽ മഹാഭൂരിപക്ഷം അതാണ് പിടിച്ചെടുത്തതെങ്കിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർ ആറ്റിങ്ങലിലും അതുപോലെ തന്നെ ആലപ്പുഴയിലുമൊക്കെ തന്നെ വലിയ ചങ്ക് ഓഫ് വോട്ടുകൾ, അതായത് ഈഴവ വോട്ടുകൾ അവരെന്ത് ചെയ്തു, പിടിച്ചെടുത്തു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ആ ഈഴവ വോട്ടുകൾ തിരികെ വരും എന്നുള്ളതാണ് വിചാരിച്ചിരുന്നെങ്കിൽ യഥാർത്ഥത്തിൽ അതിനെ നിലനിർത്താൻ അവർക്ക് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ആ കഴിഞ്ഞിരിക്കുന്നത് കൂടാതെ യഥാർത്ഥത്തിൽ ഇപ്പോൾ മുസ്ലിം ലീഗും അതുപോലെ തന്നെ കോൺഗ്രസും ഒക്കെ ഭരിക്കാൻ പോകുന്ന ഭരണകൂടത്തിനെതിരെ അവർ ഉയർത്തുന്ന വിമർശനങ്ങളിലൂടെയും അവർ നടത്തുന്ന സോഷ്യൽ മീഡിയയിലെ അഗ്രസീവായിട്ടുള്ള ക്യാമ്പയിനുകളിലൂടെയും അവർ ബിൽഡ് ചെയ്തിട്ടുള്ള ചില ബിംബങ്ങൾ ഈ അവരുടെയൊക്കെ യൂട്യൂബ് വീഡിയോസിലൂടെയും ഒക്കെ തന്നെ ഇനിയും ഈ സ്വാധീനത്തിൻ്റെ ഒരു ലെവൽ പതുക്കെ ഇൻക്രീസ് ചെയ്യാൻ അടുത്ത 5 കൊല്ലങ്ങൾ കൊണ്ട് BJPക്ക് കഴിയുകയും ഇപ്പോൾ 3 എന്നുള്ളത് വേണമെങ്കിൽ ഒറ്റടിക്ക് 20 അല്ലെങ്കിൽ 25 ഒക്കെ ആക്കാനും ശേഷിയുള്ള ഒരു പാർട്ടിയാണ് BJP എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. വേണമെങ്കിൽ 40 50 ഒക്കെ ആക്കാൻ കഴിയുന്ന പാർട്ടിയാണ് BJP. ഒരുപക്ഷെ ഭരണം പോലും പിടിക്കാൻ കഴിയുന്ന പാർട്ടിയാണ് BJP. ത്രിപുരയിലടക്കം പല സ്ഥലങ്ങളിലും 11% വോട്ടുകളിൽ നിന്ന് 36% വോട്ടുകളിലേക്കൊക്കെ നേടാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അത്തരത്തിലുള്ള ഒരു വർക്ക് വലിയ ഫലം കാണുന്നു എന്നുള്ളതാണ്. ഇനി അടുത്ത ഘട്ടത്തിൽ, ഈ ഘട്ടത്തിൽ തന്നെ അവർ CPM-നെ ക്ഷീണിപ്പിച്ചിരിക്കുന്നു. CPM-ന്റെ വോട്ട് ബാങ്കുകളിൽ നിന്ന് വലിയൊരു വോട്ട് ബാങ്കുകൾ എടുത്ത് മാറ്റിയിരിക്കുന്നു. ഇനി അടുത്ത ഘട്ടത്തിൽ CPM-ന്റെ വോട്ട് ബാങ്കുകൾ ഇതിനേക്കാൾ കുറയുന്ന രീതിയിലുള്ള ഒരു വർക്കായിരിക്കും അവർ കൃത്യമായി നടത്തുന്നുണ്ടാവുക. ആ വർക്കിന് CPM-ന് എത്രത്തോളം പ്രതിരോധിക്കാൻ കഴിയും എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് CPM-ൻ്റെയും അതുപോലെ ഇടതുപക്ഷത്തിൻ്റെയും ഒക്കെ നിലനിൽപ്പ് പോലും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ഇത്തരത്തിൽ ആളുകളെ കൂടുതലായി അട്രാക്ട് ചെയ്യാൻ കഴിയുകയും ചില മണ്ഡലങ്ങളിലെങ്കിലും ജയിക്കാൻ കഴിയുന്ന ഒരു പാർട്ടിയായി BJP മാറുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ അസംതൃപ്തരായ കോൺഗ്രസ്സുകാരും മറ്റ് നിരവധി പാർട്ടികളിലെ ആളുകളുമൊക്കെ തന്നെ ഒരുപക്ഷെ നാളെ BJPയിലേക്ക് പോകാനും അവിടെ നിന്ന് ഞങ്ങൾക്ക് BJPയുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ പോലും MLA ആകാൻ കഴിയുമെന്ന് വിചാരിച്ചാൽ ഇത്തരത്തിലുള്ള ഒരു മിഡിൽ ലെവൽ നേതാക്കന്മാരുടെയും ചിലപ്പോൾ ഏറ്റവും ഹൈ പ്രൊഫൈലായിട്ടുള്ള നേതാക്കന്മാരുടെയും ഒക്കെ ഒഴുക്ക് കൂടി BJPയിലേക്ക് ഉണ്ടാകാം. അങ്ങനെ ഒഴുകിപ്പോയാലും ഞങ്ങൾക്ക് ഒരു തെരഞ്ഞെടുപ്പിലും ജയിക്കാൻ കഴിയില്ല എന്നുള്ള ഭയം മാത്രമാണ് ഈ നേതാക്കളെയൊക്കെ പിടിച്ചു നിർത്തിയിരുന്നത്, അല്ലാതെ ഐഡിയോളജിക്കൽ ബേസ് ഒന്നുമല്ല. രാഷ്ട്രീയം എന്ന് പറയുന്നത് എപ്പോഴും പ്രാക്ടിക്കലാണ്. അപ്പോൾ അത്തരത്തിൽ ഇനിയുള്ള ഒഴുകിപ്പോകലുകൾ കൂടി CPM-ഉം കോൺഗ്രസും ഒക്കെ കാണേണ്ടി വന്നേക്കാം. അങ്ങനെ കൂടി വരുമ്പോഴാണ് നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ അവർക്കൊരു 15% 20% വോട്ടുകൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ജമ്പ് ചെയ്ത് ഒരു 35% വോട്ടുകളിലേക്ക് എത്താൻ കഴിയുന്ന ആളുകളായി അവർ മാറിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പെർഫോമൻസ് നിയമസഭകളിലും ഞങ്ങൾ കൂടി വോട്ട് ചെയ്യും, ഞങ്ങൾ കൂടി ജയിക്കുമെന്ന് പറയുന്ന തോന്നലുണ്ടാക്കാൻ അവർക്ക് കഴിഞ്ഞിരിക്കുന്നു. യഥാർത്ഥത്തിൽ CPM-നെ സംബന്ധിച്ചിടത്തോളം ഒരു അഗ്നി പരീക്ഷയാണ് അടുത്ത 5 കൊല്ലം എന്നുള്ളത് പറഞ്ഞു നോക്കട്ടെ. ഇതിനെ വളരെ ശ്രദ്ധാപൂർവം ഡീൽ ചെയ്യുകയും കൃത്യമായി സാംസ്കാരിക രംഗങ്ങളിലടക്കം അല്ലെങ്കിൽ സോഷ്യൽ മീഡിയകളിലടക്കം ഇടപെടുകയും ചെയ്തില്ലെങ്കിൽ ആട്ടപടലം തകരും എന്നുള്ളതാണ് LDF അടക്കമുള്ള ആളുകൾ. അതുകൊണ്ട് വലിയൊരു സ്പേസിൽ ഒരു വിള്ളലുണ്ടാക്കുകയും അങ്ങോട്ട് കയറിയിരിക്കുകയുമാണ് BJP ചെയ്തിട്ടുള്ളത്. അൾട്ടിമേറ്റ്ലി കോൺഗ്രസ് വന്നതുകൊണ്ട് BJPക്ക് വലിയൊരു നേട്ടം കൂടിയുണ്ട്. CPM-ആണ് ഭരിച്ചിരുന്നതെങ്കിൽ അവർക്ക് വളരാൻ കഴിയുന്നതിന് പരിധികളുണ്ട്. കാരണം CPM-നെതിരെ മറ്റേതെങ്കിലും തരത്തിലുള്ള വിമർശനം ഉന്നയിക്കാൻ പറ്റില്ല. പക്ഷേ ഇവിടെ UDF ഭരിക്കുമ്പോൾ മുസ്ലിം ലീഗിന് വലിയ അപ്രമാദിത്വം കിട്ടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തൊട്ടിപ്പുറത്തുള്ള ഹിന്ദു കൺസോളിഡേഷൻ ഉണ്ടാക്കാൻ അവർക്ക് എളുപ്പത്തിൽ കഴിയുന്ന ഒരു കാര്യമാണ്. അത്തരത്തിൽ വരുന്ന ആളുകളിൽ നിരവധി സമരങ്ങൾ, പ്രസ്താവനകൾ, നിയമസഭയിലെ പോരാട്ടങ്ങളൊക്കെ തന്നെ BJPയെ തുണക്കും എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ തുണക്കാതിരിക്കണമെങ്കിൽ അതിശ്രദ്ധാപൂർവമായ നീക്കങ്ങൾ, വളരെ സൂക്ഷ്മമായിട്ടുള്ള ഇടപെടലുകൾ, സോഷ്യൽ മീഡിയ ക്യാമ്പയിനുകൾ ഒക്കെ തന്നെ ഏറ്റെടുക്കാൻ CPM-ന് കഴിയണം. പക്ഷെ എങ്കിൽ പോലും ഞാൻ പറയുന്നു, ഇതൊരു ഹെർക്കൂലിയൻ ടാസ്ക്കാണ്. ഭരണത്തിലില്ലാത്ത, വലിയ തോതിൽ പണം സമാഹരിക്കാൻ കഴിയാത്ത, ഇന്ത്യയിൽ എവിടെയും തന്നെ ഭരണത്തിലില്ലാത്ത ഒരു CPM-നെ സംബന്ധിച്ചിടത്തോളം ഇത് അങ്ങേയറ്റം വിഷമകരമായിട്ടുള്ള ഒരവസ്ഥയായിരിക്കും എന്നുള്ളത് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു വെക്കട്ടെ.